ക്യാറ്റ്ലി സ്കിൽ ഹബ് ഒരുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി 6 മാസ പഠനം, മികച്ച ജോലി. മയക്കുമരുന്നിനെതിരെയുള്ള വ്യാപകമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് പുരോഗമിക്കുകയാണല്ലോ. അതിനിടയിലാണ് നമ്മുടെ വിദ്യാലയങ്ങളിലടക്കം ക്യാമ്പയിൻ നടക്കുന്നത്. അധ്യാപകർ ഈ മയക്കുമരുന്ന് വിൽപ്പനയുടെ ഭാഗമാകുന്ന വളരെ ഗൗരവമുള്ള ഇതാണ് കിട്ടിയിരിക്കുന്നത്. 3 അധ്യാപകരെ അറസ്റ്റിലാണ്. വളരെ ഷോക്കിംഗ് ആയിട്ടാണ്. ഒരു ഡോക്ടർ അറസ്റ്റിലാണ്. ഒരു പ്രാക്ടീസിങ് ഡോക്ടർ അറസ്റ്റിലാണ്. കേസാണ്. അറസ്റ്റാണോ നോക്കണം. കേസാണ്. വലിയ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അധ്യാപികമാർ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് എത്രമാത്രം ഈ ലഹരി മരുന്ന് വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ നെറ്റ്വർക്ക് എത്ര വലുതാണെന്നുള്ളതിൻ്റെ ഒരു വലിയ ഇതാണ് റിയാക്ഷൻ. അപ്പോൾ തൂഫാൻ നടക്കുന്നത് കൊണ്ടാണ് അതിശക്തമായി കർശനമായി ആ പദ്ധതി സർക്കാർ നടപ്പാക്കുകയാണ്. നമ്മളൊരു പ്രയോറിറ്റി പ്രോഗ്രാമാണ് തൂഫാൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ. അല്ല, അതൊക്കെ നടപടിക്രമങ്ങളെല്ലാം ലഘൂകരിക്കും. നടപടിക്രമങ്ങൾ അങ്ങനെ ഒരു പരാതി ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അതൊക്കെ പരിഹരിക്കും. ഇതിന് പണവും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആവശ്യമായ പണവും കൊടുത്തിട്ടുണ്ട്. ബജറ്റിൽ തന്നെ ബജറ്റ് പ്രസംഗത്തിന്റെ മറുപടിയിൽ പ്രത്യേകമായി പണം ഈ പദ്ധതിക്ക് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. നമ്മൾ ആ കേസൊക്കെ ഒരു ധൃതിയും കൂടാതെ സമചിത്തതയോടുകൂടി ഏകാഗ്രതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി SIT രൂപീകരിച്ച ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ ആ SITയുടെ അന്വേഷണത്തിൻ്റെ ആദ്യത്തെ റിപ്പോർട്ട് കിട്ടി. ആദ്യത്തെ റിപ്പോർട്ടിലെ കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് അവരെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. പിന്നീട് രണ്ടാമത്തെ റിപ്പോർട്ട് കിട്ടി. ആ രണ്ടാമത്തെ റിപ്പോർട്ട് DGP പരിശോധിച്ച് ഈ അഡീഷണൽ DGPക്ക് അദ്ദേഹത്തെ കേൾക്കാനുള്ള അവസരം കൊടുത്ത്, മനസ്സിലായില്ലേ, നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നടപടിയെടുത്തു. ആഭ്യന്തര മന്ത്രിയെ കണ്ട്, ഞാൻ കണ്ടു, ഫയൽ കണ്ട് നടപടിയെടുത്തു. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ കുറേ മാധ്യമങ്ങൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയും കൂടി ശ്രമിക്കുന്നു എന്നൊക്കെ ഒരുപാട് വാർത്ത കൊടുത്തു. 2 മാസമാണ് ഗവൺമെന്റ് വന്നതിന് ശേഷം ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനം 2 മാസം തികഞ്ഞപ്പോഴേക്കും അത് നടപ്പാക്കി. മാധ്യമങ്ങൾ പലതരത്തിലുള്ള വാർത്തകൾ കൊടുത്തു. മാധ്യമങ്ങളെ വാർത്ത അനുസരിച്ച് ഒരാളെ പിറ്റേ ദിവസം രാവിലെ സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ടാണ് CATയിൽ ക്യാറ്റിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പോയിട്ടൊരു സ്റ്റേ പോലും കിട്ടാതിരുന്നത്. എന്തുകൊണ്ടാണ്? നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഭംഗിയായിട്ടാണ്, ചിട്ടയായിട്ടാണ് അത് ചെയ്തത്. ഞാൻ നിങ്ങളോടന്ന് പറഞ്ഞല്ലോ, നിങ്ങളിങ്ങനെ ധൃതി കൂട്ടല്ലേ. ഗവൺമെന്റിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട്, ഒരു പ്രൊസീജിയർ ഫോർമാലിറ്റീസ് ഉണ്ട്. ഒരു ഉദ്യോഗസ്ഥനെതിരായി നമുക്ക് നടപടിയെടുക്കാൻ പറ്റുമോ? റിപ്പോർട്ട് കിട്ടാതെ, നമ്മുടെ കയ്യിൽ റിപ്പോർട്ട് കിട്ടാതെ. ആദ്യത്തെ റിപ്പോർട്ട് കിട്ടിയപ്പോൾ ആദ്യത്തെ ഉദ്യോഗസ്ഥന്മാർക്കെതിരായി നടപടിയെടുത്തു. രണ്ടാമത്തെ റിപ്പോർട്ട് വന്നപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് എന്താണെന്ന് 1, 2, 3, 4 ആയിട്ട് നമ്മുടെ മുമ്പിൽ വന്നത്. അതിന്റെ പുറത്തല്ലേ നമുക്ക് നടപടിയെടുക്കാൻ പറ്റുള്ളൂ. മാധ്യമങ്ങളിൽ വാർത്ത വന്നുകൊണ്ട് പിറ്റേ ദിവസം കയറി ഗവൺമെന്റ് നടപടിയെടുത്താൽ ഗവൺമെന്റ് കോടതിയിൽ കേസ് വരുമ്പോൾ എന്തു പറയും? എപ്പോഴും പ്രൊസീജിയർ ഫോർമാലിറ്റീസ് EPLന്റെ ജോലി ഗവൺമെന്റിന്റെയാണ്. ഗവൺമെന്റ് അത് ചെയ്തതിന് എത്രമാത്രം വിമർശനങ്ങളാണ്. ഒരാഴ്ചയെ 10 ദിവസം വൈകി എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് വന്നത്. നിങ്ങൾ ആലോചിച്ചാൽ മതി. ഞാൻ മാധ്യമങ്ങളെയൊന്നും വിമർശിക്കുന്നില്ല. ബഹളം ഉണ്ടാകല്ലേ. ഞാൻ മാധ്യമങ്ങളെയൊന്നും വിമർശിക്കുന്നില്ല, ഒരു മാധ്യമങ്ങളെ വിമർശിക്കുന്നില്ല. പക്ഷെ നിങ്ങളൊരു ആത്മപരിശോധന നടത്തണം. ഈ കാര്യത്തിൽ നിങ്ങൾ കുറേ ദിവസം, 10 ദിവസക്കാലം കൊടുത്ത വാർത്ത ശരിയായിരുന്നോ? അതായിരുന്നോ ശരി? സർക്കാർ ചെയ്തതായിരുന്നോ ശരിയെന്ന് നിങ്ങളൊരു പരിശോധന നിങ്ങളുടെ എഡിറ്റോറിയൽ റൂമിലെങ്കിലും നടത്തിയാൽ നന്നായിരുന്നു. എൻ്റെ ഒരു റിക്വസ്റ്റാണേ. അതൊക്കെ ആസ് യൂഷ്വൽ അതൊക്കെ നടക്കും. നടത്തി കഴിയുമ്പോൾ നിങ്ങൾ അറിയിക്കാം. തീർച്ചയായിട്ടും നടപടി എടുത്തല്ലോ, ബാക്കി പരിശോധിക്കും. അത് നേരത്തെ ചെയ്തു തുടങ്ങിയ കാര്യമാണ്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ചെയ്ത കാര്യമല്ല, നേരത്തെ ചെയ്ത കാര്യമാണ്.
അപ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് അന്വേഷിച്ച് നടപടിയെടുത്തു. ബാക്കിയുള്ള തുടരന്വേഷണം ആസ് യൂഷ്വൽ നടക്കും. പ്ലാൻ വിഹിതമൊന്നും കുറച്ചിട്ടില്ല, അതൊക്കെ തെറ്റായ കാര്യം. പ്ലാൻ ആദ്യത്തെ ഗഡു കൊടുക്കാൻ പോവല്ലേ. പ്ലാൻ വിഹിതം കുറച്ചതിൻ്റെ കാര്യം അസംബ്ലിയിൽ എത്ര പ്രാവശ്യം പറഞ്ഞാണ്. 35,000 കോടി രൂപയുടെ പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ 20,000 കോടി ഇല്ല. കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിയേക്കും റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് 14,000 കോടി. കേന്ദ്ര സർക്കാർ 16ാം ധനകാര്യ കമ്മീഷൻ 2.8% കേരളത്തിന് തന്നേക്കും. അപ്പോൾ 2.32 കിട്ടിയുള്ളൂ. അപ്പോൾ 5,000 കോടി പോയി. 20,000 കോടി ഇല്ല. ഞാൻ പറഞ്ഞാൽ എത്രയോ പ്രാവശ്യം പറഞ്ഞാണ്, ഒരു ധനകാര്യമന്ത്രിയും ഫേസ് ചെയ്യാത്ത ക്രൈസിസ് ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ 5,000 കോടിയെ കുറച്ചുള്ളൂ പ്ലാനിൽ നിന്ന്. എന്നിട്ട് SC/STയുടെയും ഫിഷറീസിൻ്റെയും നിലനിർത്തുകയും ചെയ്തു. 35,000 കോടി പ്ലാൻ ആയിരുന്നുവെങ്കിൽ അവർക്ക് എത്ര കിട്ടുമായിരുന്നു, അവർക്കൊരു ദോഷവും വരാതിരിക്കാൻ വേണ്ടി ചെയ്തു. സ്വാഭാവികമായിട്ടല്ലേ 20,000 കോടി ഇല്ലാത്ത 20,000 കോടി എവിടെ നിന്നുണ്ടാക്കും? അല്ല, അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. സ്പിൽ ഓവർ ചെയ്യണ വർക്കുണ്ട് ഇപ്പുറത്തേക്ക്, അതിൻ്റെ പൈസ കൊടുക്കും നമ്മൾ. നിങ്ങളിത് ഞാൻ പറയാം, സോഷ്യൽ മീഡിയയിലും അല്ലാത്ത മാധ്യമങ്ങളിലും വരുന്ന വാർത്തകളാണ്. നിങ്ങൾ കഴിഞ്ഞൊരു 3 കൊല്ലമായിട്ട് ഈ ഓരോ ഗഡുവും കൊടുത്തിരിക്കുന്ന സമയം ഒന്ന് പരിശോധിക്കുക. നമ്മളൊരു കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒന്ന് പഠിക്കുകയും കൂടി ചെയ്താൽ നല്ലതാണ്. കഴിഞ്ഞ 2-3 വർഷം, ഞാൻ എന്നോട് റിക്വസ്റ്റാണ്, 2-3 വർഷങ്ങളിൽ ഇത് ആദ്യം ഒരു ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുമ്പോൾ കൊടുക്കേണ്ടത് എപ്പോഴാണ് കൊടുത്തത്? ഡിസംബറിൽ കൊടുക്കേണ്ടത് എന്നാ കൊടുത്തത്? ഡിസംബറിൽ കൊടുക്കേണ്ടത് 3ാം ഗഡുവാണ്. ആ 3ാം ഗഡു കൊടുത്തു കഴിഞ്ഞാലുള്ള മാർച്ച് 31 ഫിനാൻഷ്യൽ ഇയർ തീരുകയാണ്. ഇത് ഫിനാൻഷ്യൽ ഇയർ തീരുന്നതിൻ്റെ തലേദിവസം കൊണ്ടേ കൊടുക്കുകയാണ്. പിറ്റേ ദിവസം ട്രഷറി അടയ്ക്കുകയാണ്. അങ്ങനെയൊക്കെ ചെയ്തൊരു സംസ്ഥാനമാണിത്. മനസ്സിലായേ? നമ്മൾ കൊടുക്കുക, നമ്മുടെ ഗവൺമെൻറ് വന്നതാണ്. ഇത് നമ്മൾ പരിശോധിക്കണം. അതായത് 16ാം ധനകാര്യ കമ്മീഷൻ ഒരു പ്രശ്നം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോ. കേരളത്തിൽ റൂറൽ ഏരിയ കുറവാക്കിയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. 300 കോടിയാണ് റൂറൽ ഏരിയയ്ക്ക് കൊടുത്തിരിക്കുന്നത്. കാരണം കേരളത്തിൽ സെൻസസ് ടൗണുകളുണ്ട്. സെൻസസ് ടൗൺ പലതും പഞ്ചായത്താണ്. ഈ സെൻസസ് ടൗൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതെല്ലാം അർബൻ ഏരിയയിലേക്ക് കൊടുത്തു. അപ്പോൾ സത്യത്തിൽ റൂറൽ ഏരിയയിലേക്ക് കൊടുക്കാൻ പൈസ ഇല്ല. ഈ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഫണ്ടിന് ഒരു പ്രശ്നം കൂടിയുണ്ട്. അത് ടൈഡ് ഫണ്ടാണ്, പല നിബന്ധനകളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് 16ാം ധനകാര്യ കമ്മീഷൻ ഇങ്ങനെ കേരളത്തിലെ റൂറൽ അർബൻ നിർവചനം അവരുടെ തെറ്റാണ് എന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തി ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള ചർച്ച കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സെൻസസ് ടൗൺ എന്ന് പറഞ്ഞിട്ട് അതെല്ലാം ടൗൺ ആണെന്ന് പറഞ്ഞിട്ട് അർബൻ ഏരിയയിലേക്ക് വെച്ചിരിക്കുകയാണ്. അത് പഞ്ചായത്തിന് കൊടുക്കാൻ പറ്റില്ല. ഈ സെൻസസ് ടൗൺ എല്ലാം പഞ്ചായത്തിൻ്റെ കീഴിലുമാണ്. ഒരുപാടെണ്ണം വളരെ മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷൻ്റെ കീഴിൽ തെറ്റായ ഒരു അസസ്മെൻ്റാണ് 16ാം ധനകാര്യ കമ്മീഷൻ നടത്തിയത്. അതിൻ്റെ ഒരു പ്രതിസന്ധി കൂടിയുണ്ട്.